സ്വന്തം വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടും ചെലവുകൾ യുക്തിസഹമാക്കിയും കേരളം അതിൻ്റെ സാമ്പത്തിക നില ഭദ്രമാക്കുകയും മൊത്തം വരുമാനത്തിൻ്റെ ഏകദേശം 75% സ്വന്തം വരുമാനവും സ്വന്തം നികുതി വരുമാനം 61%-ഓളവുമാണ്. ഇത് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ്. ഇതിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ 12, 15, 16 ഒക്കെ വായിക്കാതിരുന്ന കൂട്ടത്തിൽ ഗവർണർ ഇതും അങ്ങ് ഒഴിവാക്കിയേനെ. അപ്പോൾ രാജ്യത്തെ ഗവർണർ ഉൾപ്പെടെയുള്ളവർ സമ്മതിക്കുന്നു, മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേരളം കൈവരിച്ച വളർച്ചയെ, മുന്നേറ്റത്തെ, നേട്ടത്തെ, സാമ്പത്തിക രംഗത്ത് കൈവരിച്ച പുരോഗതിയെ അംഗീകരിക്കുന്നു എന്ന് വീണ്ടും ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന് ഉത്തരവാദിത്വമൊക്കെ ആകാം ശ്രീ റോണി. അതെ, ഗവർണർ പ്രസംഗമല്ല, ഗവർണർ തിരുത്തിയ നയപ്രഖ്യാപന പ്രസംഗമാണ്. ഗവർണർ വിട്ടുകളഞ്ഞതും കൂട്ടിച്ചേർത്തതുമായിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ്. പക്ഷെ ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞത് പൂർണ്ണമായും വായിച്ചു. RSSന്റെ എല്ലാ നിലയിലുമുള്ള രാഷ്ട്രീയത്തോട് എതിർക്കാൻ കഴിയാത്ത കോൺഗ്രസ് കേരളത്തിൽ ഇതിൻ്റെ ഭാഗമായും ഏതെങ്കിലും നിലയിൽ ഒരു പുകമുറയുണ്ടാക്കി ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള പരിശ്രമം നടത്തുകയാണ്. അത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയും. കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് തിരിച്ചറിയും. സംഘപരിവാറിന് മുന്നിൽ മുട്ടുവറയ്ക്കാത്ത പ്രസ്ഥാനം കേരളത്തിലെ ഇടതുപക്ഷമാണ് എന്ന് ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ കൃത്യമായി നമ്മുടെ നാട് മുഖ്യമന്ത്രി കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്.